ബ്രോക്ക് ലെസ്നർ ഈ വരുന്ന സമ്മർ സ്ലാമിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായി റൂമർ ന്യൂസ് പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാം. അതിനോടൊപ്പം ബ്രോക്ക് ലെസ്നർ WWE വരുന്നതിനെ പറ്റി ഇപ്പോൾ WWE ഫാൻസിന് രണ്ടഭിപ്രായം വന്നിട്ടുണ്ട്. അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. അതുപോലെ സമ്മർ സ്ലാമിൽ എന്തുകൊണ്ടാണ് സെത്ത് റോളൻസ് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി വരുന്നത് CM Punk, ഡ്രൂ മാക്കിൻടയർ ഇവരുടെ മാച്ചിൽ, അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത് നോക്കുന്നതിനേക്കാൾ മുൻപ് WWE വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പും IC ചാമ്പ്യൻഷിപ്പും US ചാമ്പ്യൻഷിപ്പും മണി ഇൻ ദി ബാങ്കൊക്കെ വിൻ ചെയ്ത് മുന്നോട്ട് പോയ ഡോൾഫ് സിഗ്ലർ ഒരു വേറെ ലെവൽ റെസ്ലർ ആകും എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ ഡോൾഫ് സിഗ്ലറിനെ WWE കറക്റ്റായിട്ട് യൂസ് ചെയ്യാതെ ഒരു മിഡ് കാർഡ് റെസ്ലറായിട്ട് ലാസ്റ്റ് ടൈമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡോൾഫ് സിഗ്ലർ റിലീസെല്ലാം ആവശ്യപ്പെട്ട് WWE വിട്ടു പോയി. WWE വിട്ട് പോയതിനു ശേഷം ഇന്നലെ നടന്ന TNAയുടെ സ്ലാമിവേഴ്സറി എന്ന സ്പെഷ്യൽസിൽ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ഡോൾഫ് സിഗ്ലർ എന്ന നിക് നിമിത്തം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഡോൾഫ് സിഗ്ലറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഇന്നലെ വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പറഞ്ഞത്. പിന്നെ സിഗ്ലർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് ഒരു 6-way എലിമിനേഷൻ മാച്ചിലാണ് സിഗ്ലർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല കാര്യമാണ്. അതായത് സിഗ്ലർ TNAയിൽ പോയി അതുപോലെ തന്നെ മറ്റ് കമ്പനികളിലൊക്കെ പോയി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്താൽ ഭാവിയിൽ ഡ്രൂ മാക്കിൻടയറെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ നിറയെ സാലറി കൊടുത്ത്, അതായത് ഇപ്പോഴത്തേക്കാളും നിറയെ സാലറി WWE സിഗ്ലറിന് ഓഫർ ചെയ്ത് കൊണ്ടുവരും. ഇതുപോലെയാണ് മുൻപ് ഡ്രൂ മാക്കിൻടയറിനെയും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സിഗ്ലറിന്റെ ഈ തീരുമാനം തെറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ മിഡ് കാർഡ് റെസ്ലറായി തന്നെ മുന്നോട്ട് പോയേനെ. ഇനി വരുമ്പോൾ സിഗ്ലർ വേറെ ലെവലായിരിക്കും WWEയിൽ. ഇനി ഒരു ന്യൂസും കൂടി പറഞ്ഞിട്ട് മുൻപ് പറഞ്ഞ ന്യൂസ് എല്ലാം നോക്കാം. അതായത് ഇപ്പോഴത്തെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സിനെയും റാൻഡി ഓർട്ടനെയും പറ്റിയാണ് ആ ന്യൂസ്. അതായത് സമ്മർ സ്ലാം കഴിഞ്ഞതിന് ശേഷം നടക്കാനിരിക്കുന്ന ബാഡ് ബ്ലഡ് എന്ന പേപ്പർ വ്യൂവിൽ ഇവർക്ക് തമ്മിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമെന്നും അതിനേക്കാൾ മുൻപായിട്ട് കോഡി റോഡ്സിനെതിരെ റാൻഡി ഓർട്ടൻ ഹീൽ ടേൺ ചെയ്യും എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള റൂമറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ മാച്ചിനെ പറ്റി ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്കൊരു വേറെ ലെവൽ സ്റ്റോറി ലൈൻ ചെയ്യാൻ സാധിക്കും, അതും നല്ല ലെങ്ത് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ. കാരണം റാൻഡി ഓർട്ടന്റെ ലെഗസി ടീമിൽ ഉണ്ടായിരുന്ന റെസ്ലറാണ് കോഡി റോഡ്സ്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഒരു ലോങ് ടൈം ഫ്യൂഡ് ചെയ്തിട്ടായിരിക്കും ഇവർക്ക് മാച്ച് വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് സമ്മർ സ്ലാമിന് ശേഷം ഇവർക്ക് മാച്ച് വരും എന്ന റൂമറിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനി എന്തുകൊണ്ടാണ് സെത്ത് റോളൻസ് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ട് CM Punk, ഡ്രൂ മാക്കിൻടയർ ഇവരുടെ മാച്ചിൽ വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, സമ്മർ സ്ലാമിൽ സെത്ത് റോളൻസിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്പോണൻസ് ഇപ്പോൾ ഇല്ല. അതായത് സെത്തിനുള്ള യാതൊരു പ്ലാനും ഇവർ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാരണം മാക്കിൻടയർ റെഫറിമാരോട് സോറി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പ്രശ്നങ്ങളെല്ലാം പോകുന്നുണ്ട്. അതായത് ഡ്രൂ മാക്കിൻടയർ ഇങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നത് കൊണ്ട് WWEയിലെ റെഫറീസ് ഒന്നും ഡ്രൂ മാക്കിൻടയറിന്റെ മാച്ചിൽ വരില്ല. അതുകൊണ്ടാണ് സെത്ത് റോളൻസിനെ സ്പെഷ്യൽ റെഫറി ആക്കാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ സെത്ത് റോളൻസ് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയി വരുന്നതിന്റെ കാരണം. അപ്പോൾ സെത്ത് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയി വന്നാൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഡ്രൂ മാക്കിൻടയറിനാണ്. കാരണം സെത്തും CM Punkുമായിട്ട് ഒരു വേറെ ലെവൽ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ CM Punkന് ഇഞ്ചുറി സംഭവിച്ചു പോയി. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തായിരിക്കും ഈ സമ്മർ സ്ലാമിൽ മാച്ചിന്റെ റിസൾട്ട് വരാം. അതായത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ മാക്കിൻടയർ വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും സമ്മർ സ്ലാം പ്രഡിക്ഷനിൽ നോക്കാം ആ ടൈമിൽ ആർക്കാണ് ചാൻസ് കൂടുതൽ എന്നൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് സെത്ത് സ്പെഷ്യൽ റെഫറി ആയി വന്നിട്ടുള്ളത്. അപ്പോൾ സെത്ത് സ്പെഷ്യൽ റെഫറി ആയി വരുമ്പോൾ ആ മാച്ചെല്ലാം വേറെ ലെവലായിരിക്കും. മുൻപ് ഡീൻ ആംബ്രോസ് AJ സ്റ്റൈൽസിന്റെ മാച്ചിൽ ചെയ്തതുപോലെയെല്ലാം സെത്തും ചിലപ്പോൾ ചെയ്തു എന്ന് വരാം. അപ്പോൾ സെത്ത് റെഫറി ആയി വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി ബ്രോക്ക് ലെസ്നറിന്റെ റൂമർ അപ്ഡേറ്റ് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ബ്രോക്ക് ലെസ്നറിനെ പറ്റി അവരുടെ അവിടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. അതായത് ബ്രോക്ക് ലെസ്നർ വീണ്ടും WWE വരണമെന്നും പഴയതുപോലെ മുന്നോട്ട് പോകണമെന്ന് ഭൂരിഭാഗം ഫാൻസ് എല്ലാം പറയുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ അതിന് എതിർപ്പുമായിട്ട് ഒരു ഭാഗം ഫാൻസ് എല്ലാം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് വിൻസ് മിക്മാനുമായിട്ടുള്ള പ്രശ്നത്തിൽ, അതായത് ആ ഒരു മോശം കേസിലെല്ലാം ബ്രോക്ക് ലെസ്നർ പെട്ടതുകൊണ്ട് ബ്രോക്ക് ഇനി WWE വരെ വേണ്ട എന്നാണ് പകുതി മുക്കാലും ഫാൻസ് ഇപ്പോൾ പറയുന്നത്. അതായത് 50% ഫാൻസ് ബ്രോക്ക് വരണം എന്നാണ് പറയുന്നത് എങ്കിൽ പാതി 50% ഫാൻസ് ബ്രോക്ക് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. ബ്രോക്ക് വിൻസ് മിക്മാന്റെ ആ ഒരു കേസിലെല്ലാം പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ റോയൽ റംബിളിൽ തന്നെ റിട്ടേൺ ചെയ്യേണ്ടതായിരുന്നു. ഇനി ആ ഒരു റൂമർ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം.
വരാൻ പോകുന്ന സമ്മർ സ്ലാമിൽ വേൾഡ് ചാമ്പ്യൻ ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഗന്തർ ഇവർക്ക് തമ്മിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിന്റെ ക്ലൈമാക്സിൽ എങ്ങനെ പോയാലും ഗന്തർ വിൻ ചെയ്യുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു മാച്ചിന്റെ അവസാനത്തിൽ ബ്രോക്ക് ലെസ്നർ സർപ്രൈസ് ആയിട്ട് റിട്ടേൺ ചെയ്യാനും അത് കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ ഗന്തറിനെ ഡാമിയൻ പ്രീസ്റ്റ് പിൻ ചെയ്ത് ഡാമിയൻ പ്രീസ്റ്റ് സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ് ഈ ഒരു റൂമറിൽ പറയുന്നത്. പിന്നീട് ബ്രോക്ക് ലെസ്നറുമായിട്ട് ഗന്തറിന് സ്റ്റോറി ലൈൻ പോകുമെന്നും അതിനുശേഷം വരുന്ന പേപ്പർ വ്യൂവിൽ ഇവർക്ക് മാച്ച് വരും എന്നൊക്കെയാണ് ഈ റൂമറിൽ പറയുന്നത്. അപ്പോൾ ഈ റൂമർ ന്യൂസ് ഞാൻ പറയാൻ കാരണം ബ്രോക്ക് ലെസ്നറിനെ പറ്റി ഒരുപാട് പേര് അപ്ഡേറ്റ് ചോദിച്ചതുകൊണ്ടാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു റൂമർ ന്യൂസ് ആണ്. ഇതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ റൂമറിൽ പറയുന്ന കാര്യം നടക്കാൻ ചാൻസ് വളരെയധികം കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമ്മർ സ്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ ബാഷ് ഇൻ ബെർലിൻ സ്പെഷ്യൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽസിൽ ഇല്യ ഡ്രാഗനവുമായിട്ടാണ് ഗന്തറിന് മാച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ മാച്ചിന്റെ പ്ലാൻ ഉള്ളതുകൊണ്ട് ഈ റൂമറിൽ പറഞ്ഞ കാര്യം നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. തന്നെയുമല്ല ഇവരുടെ മാച്ച് ഒരു റസൽമേനിയ ലെവലിലൊക്കെയാണ് WWE കൊണ്ടുപോകുക. അപ്പോൾ പലരും ബ്രോക്കിന്റെ അപ്ഡേറ്റ് ചോദിച്ചതുകൊണ്ടാണ് ഈ കിട്ടിയ റൂമർ ഞാൻ പറഞ്ഞത്.